നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 20-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. ഇത് രേവതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും ടോപ്പ് നക്ഷത്രമാണ് രേവതി. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ ആഴ്ചയും കൊള്ളാം, നക്ഷത്രവും കൊള്ളാം. ഇന്നൊരു ശുഭദിനമാണ്. എന്ത് കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് സന്തോഷപ്രദമായ കാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. മിഥുന മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും പരാധീനതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പരിഹാരം ഉണ്ടാവും. ഇല്ല, വിദേശത്ത് വസിക്കുന്നവർക്ക് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് അതിന് പരിഹാരം ഉണ്ടാവും. അതുപോലെ നല്ല ജോലി തൊട്ട് വാഹനം, വീട് ഇവയ്ക്കൊക്കെ തുടങ്ങാൻ അനുകൂലപ്രദമായ വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏഴര ശനിയൊക്കെ രേവതിക്കാർക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ബർത്ത്ഡേ വന്നത് കണക്കാക്കി നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് നല്ല ദിവസമെന്ന് പറഞ്ഞു. നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം വരുന്നത് നമുക്ക് 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് രാഹുകാലം വരുന്നത് 10:52 തൊട്ട് 12:26 വരെ രാഹുകാല സമയമാണ്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 7:43 തൊട്ട് 9:17 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:35 തൊട്ട് 5:09 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:02 തൊട്ട് 12:50 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.